ഹെവി ആണ്, പീരീഡ്സ് ഇറഗുലർ ആണ്, അതുപോലെ തന്നെ വെയിറ്റ് കൂടുന്നുണ്ട്. നിങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ബ്ലഡ് ഷുഗർ അളവ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എടാ, ബ്ലഡ് ഷുഗർ ഇംബാലൻസ് നമ്മുടെ ഹോർമോണിനെ നല്ല രീതിക്ക് ഡിസ്റ്റർബ് ചെയ്യും. നമ്മുടെ PCOS ഉള്ള ആൾക്കാരിൽ ഹെയർ ഫോളിന്റെ അളവ് നല്ല രീതിക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പാർട്ട് 9 നമ്മൾ ബ്ലഡ് ഷുഗർ ആൻഡ് PCOS എന്ന ടോപ്പിക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ടോപ്പിക്. സോ ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ഒരു ചെറിയ ഡീറ്റെയിലൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഹായ്, ഇറ്റ്സ് മീ അപർണ. വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലൗഡ്. ഇത് നമ്മളുടെ 9th പാർട്ടാണ്. നമ്മൾ ഇതിനു മുൻപ് തന്നെ നമ്മളെ ഹെയറിനെ ബേസ് ചെയ്തിട്ടുള്ള ഫുഡിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ കട്ട് ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടും ഒക്കെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ അതിന്റെ ബാക്കോട്ടേക്കുള്ള വീഡിയോസിലുണ്ട്. സോ പ്രോട്ടീൻ, വൈറ്റമിൻ, അയൺ, സിങ്ക് എക്സെട്ര നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസ് കൂടി മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് സീരീസ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ആക്ച്വലി ഇത് സ്ത്രീകൾക്ക് നല്ല രീതിക്ക് റിലേറ്റബിൾ ആയിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ ഹെയർ ഫോൾ അങ്ങ് സ്റ്റോപ്പ് ആവുന്നില്ല, ഹെയർ ഫോളിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ശരിക്കും നമ്മളുടെ ബ്ലഡ് ഷുഗർ ഇംബാലൻസിലാണ് നമ്മൾ കാരണമാകുന്നത്. അതുകൊണ്ട് PCOS ഉള്ള ആൾക്കാരിലൊക്കെ ഹെയർ ഫോളിന്റെ അളവ് നല്ല രീതിക്ക് കൂടുതലായിരിക്കും. അവരിൽ ശരിക്കും റിയൽ ഇഷ്യൂ വരുന്നത് ഒരു ഹെയർ കെയറിനെ ബേസ് ചെയ്തിട്ടല്ല, ഇൻസുലിൻ ഇംബാലൻസ് ആണ് അവിടെ വരുന്ന ഒരു മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. അതായത് അൺസ്റ്റേബിൾ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് നമ്മളുടെ ഹെയർ ഗ്രോത്ത് ഹോർമോണിനെയാണ് എഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഹെയർ ഗ്രോത്ത് കുറയാനും ഹെയർ ഫോളിന്റെ അളവ് കൂടാനും ചാൻസസ് ഉള്ളത്. ഇൻസുലിന്റെ അളവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് നല്ല രീതിക്ക് ചുരുങ്ങി പോകും. അങ്ങനെ ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ മുടി നല്ല രീതിക്ക് തിന്നായി പോകും. അതാണ് ഈ ബ്ലഡ് ഷുഗറും നമ്മുടെ ഹെയറും ബേസ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ബ്ലഡ് ഷുഗർ ലെവൽ നമ്മളെ ഹെയറിനെ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ക്രൗൺ ഏരിയയിൽ നല്ല രീതിക്ക് തിൻ ഹെയർ നമുക്ക് കാണപ്പെടാം. പിന്നെ നമ്മളെ ഫേഷ്യൽ ഹെയറിന്റെ അളവ് ചിലപ്പോൾ കൂടുതലും ആവാം, കുറവും ആകാം. ആണുങ്ങളിൽ ഫേഷ്യൽ ഹെയർ കുറവായിട്ടിരിക്കും കാണപ്പെടാം, പെൺകുട്ടികളിൽ ഫേഷ്യൽ ഹെയർ കൂടുതലായിട്ടിരിക്കും കാണപ്പെടാം. അതുപോലെ തന്നെ ആക്നെ ഇഷ്യൂസ്, മുഖക്കുരുകള്, പിന്നെ ഡാർക്ക് സ്പോട്ട്സ്, പിന്നെ ലേഡീസിലാണെങ്കിൽ ഇറഗുലർ പീരീഡ്സ്, ഒരു പ്രോപ്പർ ആയിട്ട് ഡേറ്റിൽ നമുക്ക് പീരീഡ്സ് ആവുന്നില്ല, എപ്പോഴും നമുക്ക് എന്തിനോടെങ്കിലും ക്രേവിംഗ് തോന്നിക്കൊണ്ടിരിക്കുക, പിന്നെ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടാവുക. ഇതൊക്കെയാണ് ശരിക്കും നമ്മളെ ബ്ലഡ് ഷുഗർ ഉണ്ട്, നമ്മളെ ബോഡിയിൽ ബ്ലഡ് ഷുഗർ അളവിൽ ഇംബാലൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന സിംറ്റംസ്. ഇങ്ങനെയുള്ള സിംറ്റംസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ എന്തായാലും ബ്ലഡ് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ നമുക്കൊരു ബോഡി ചെക്കപ്പ് എടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ അതെന്ത് ചെയ്യുക, അതൊന്ന് ഇങ്ങനെയൊക്കെ സിംറ്റംസ് തോന്നുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ചെക്കപ്പ് ചെയ്യണം. എന്റെ നമ്മുടെ സീരീസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഒരു 3 months കൂടുന്നതോടും 6 months കൂടുന്നതോടും നമ്മുടെ ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്തിന്റെ അളവാണോ കൂടുതൽ, എന്തിന്റെ അളവാണോ കുറവ്, നമ്മൾ എന്തിനാണോ കൂടുതൽ ഇൻപുട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ആ ഒരു ടെസ്റ്റ് റിസൾട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ആക്ച്വലി നമ്മളുടെ ഈ ഒരു ബ്ലഡ് ഷുഗർ ഉള്ള ആൾക്കാര് ചെയ്തിരിക്കുന്ന മെയിൻ മിസ്റ്റേക്ക്, അതായത് ഇപ്പം ബ്ലഡ് ഷുഗർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ ഒരു മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ബ്ലഡ് ഷുഗർ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ ഇപ്പോഴേ അവോയ്ഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ മിസ്റ്റേക്സ് പറയുന്നത്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് ഷുഗർ കണ്ടന്റ് ഉള്ള എന്തെങ്കിലും കഴിക്കുക, പിന്നെ റിഫൈൻഡ് കാർബ്സിന്റെ അളവ് കൂടുതലായിട്ട് കൂടുതൽ എടുക്കുക, പിന്നെ നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണത്തിന് നല്ലൊരു ഗ്യാപ്പ് കൊടുക്കുക. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് രാത്രി ഡിന്നർ കഴിക്കാം, അതൊരു വലിയ ഗ്യാപ്പാണ്. അങ്ങനത്തെ ഒരു വലിയ ലോങ് ഗ്യാപ്പുകൾ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ബ്ലഡ് ഷുഗർ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പം ബ്ലഡ് ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ലൈഫിൽ. അതുകൊണ്ട് തന്നെ ഇനി ഇപ്പം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക. പിന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സിമ്പിൾ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കുക. അതുപോലെ തന്നെ കഴിക്കുന്ന ഫുഡിൽ ഫൈബറിന്റെ അളവ് കൂടുതൽ, ഫൈബർ എടുക്കാൻ വേണ്ടി നോക്കാം. പിന്നെ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ മീൽസ് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ വാമപ്പ് എടുക്കുക. അതായത് ചെറിയൊരു വാക്കിന് എങ്ങാനും പോകാൻ പറ്റുകയാണെങ്കിൽ പോവാം. ഇപ്പം ഓഫീസിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കഴിച്ചൊരു ലഞ്ച് ബ്രേക്കിൽ ഒരു 15 മിനിറ്റ്സിലൂടെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ബാക്കി ഒരു കുറച്ച് ഒരു 15 or 45 മിനിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കുക. ഓഫീസിനുള്ളിൽ തന്നെ ആണെങ്കിലും നിങ്ങൾ ഒന്ന് നടക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ലാസ്റ്റ് ബട്ട് ലീസ്റ്റ്, അതായത് നിങ്ങൾ ഷുഗർ ഡ്രിങ്ക്സ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അത് ഇടയ്ക്കിടയ്ക്ക് ഒരു ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ കുടിക്കാം. പക്ഷെ ഇത് റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഡെയിലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഒക്കെ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. കാരണം അത് വളരെ വേണം. പിന്നെ PCOS ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഹെയർ ഫോൾ ഇംപ്രൂവ് ആവണമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ബ്ലഡ് ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യണം. ആ ഒരു ലെവൽ കൺട്രോൾ ചെയ്താൽ മാത്രമേ PCOS കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഹെയർ ഗ്രോത്ത് പോസിബിൾ ആവത്തുള്ളൂ. PCOS ഹെയർ ഫോൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹോർമോണൽ പ്രോബ്ലം മാത്രമല്ല, അതൊരു മെറ്റബോളിക് പ്രോബ്ലം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബ്ലഡ് ഷുഗർ കാര്യങ്ങളൊക്കെ
കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ കെയറിൽ നമ്മൾ ഫെയിൽ അല്ല. പക്ഷെ നമ്മളെ ബോഡി ബാലൻസ് ആക്കുന്നതിലാണ് നമ്മൾ ഫെയിൽ ആയിരിക്കുന്നത്. സോ നമ്മുടെ ബോഡി ഒരു ബാലൻസിങ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ നമുക്ക് കാണിച്ചിരുന്നത്. നിങ്ങളെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇതുപോലെ തന്നെ ഷുഗർ ക്രേവിംഗ് നല്ല രീതിക്കുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ PCOS ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്, എന്നിട്ട് PCOS ഉള്ളത് കാരണം ഹെയർ വളരുന്നില്ല എന്ന് കരുതി സങ്കടമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം അവർക്ക് ഹെയർ ഗ്രോത്ത് പോസിബിൾ ആണ്. പക്ഷേ അതിന് അതിന്റേതായ ഓരോ സ്റ്റെപ്പുകൾ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അവരിലേക്കും നമ്മുടെ ഹെയർ കെയർ ജേണി എത്തിക്കാം. അവർക്കും ഹെയർ ഗ്രോത്ത് പോസിബിൾ ആണ്. നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു സീരീസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മസ്റ്റ് ആയിട്ട് എനിക്ക് DM ചെയ്യുക. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ചാർട്ട് എങ്ങനെ പോകും, നമ്മുടെ ഡയറ്റ് പ്ലാൻ പക്കയായിട്ട് പോകുന്നുണ്ടോ, പോയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വന്ന് തുടങ്ങിയോ, എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റയിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. പിന്നെ നമ്മുടെ ഡയറ്റ് ചാർട്ട് ഇതുവരെ ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് DM ചെയ്യാം. നമുക്ക് ഡയറ്റ് ചാർട്ട് ഫോളോ ചെയ്യണം. കാരണം നല്ല രീതിക്ക് റിസൾട്ട് വരുന്നുണ്ടെന്ന് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സപ്പോർട്ടിന് താങ്ക് യു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു സീരീസ് 9th എപ്പിസോഡ് വരെ എത്തിയിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് റിസൾട്ട് ഉണ്ടാവുന്നത് അറിയുന്നത് കൊണ്ടാണ് എനിക്കിത് കോൺഫിഡൻസോടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ നമ്മൾ തൈറോയിഡ് ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ PCOS അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിന്റെ പോലെ തന്നെ തൈറോയിഡ് ഉള്ള ആൾക്കാരിലും ഹെയർ ഫോൾ നല്ല രീതിയിൽ കാണപ്പെടുന്നുണ്ട്. നമുക്ക് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നെക്സ്റ്റ് സീരീസിൽ നോക്കാം. ഓക്കെ, സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.